അപ്പോൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ബോംബെയിൽ നിന്ന് ഒരു ദിവസം നിന്ന് അപ്പം ഓഫീസിലെല്ലാം പോയിട്ട് വന്നു. അപ്പം ഏർലി മോർണിംഗ് 4 മണിക്ക് ഫ്ലൈ ഉണ്ടായിരുന്നു അബുദാബിയിലേക്ക്. അബുദാബിയിൽ നിന്ന് നേരെ ന്യൂയോർക്കിലേക്കായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റിലാണുള്ളത്. അപ്പോൾ ഇത്തിഹാദ് എയർവേസിൻ്റെ അത്യാവശ്യം വലിയ ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അബുദാബിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഏകദേശം 10-15 മണിക്കൂർ യാത്രയുണ്ട്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റായിരുന്നു. നമ്മൾ ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഏകദേശം 8 പേരുണ്ടായിരുന്നു. 8 പേര് നമ്മളെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, അങ്ങനെ കാലിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഫ്ലൈറ്റിൽ കയറി വെൽക്കം ഡ്രിങ്ക്സൊക്കെ കഴിച്ച് പിന്നെ ഫുഡ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് shows the signs identifying emergency exits on the aircraft. Please review this before landing. Locate your nearest exit using these signs now. Your nearest exit may be behind you. In an evacuation, leave all your belongings behind and follow the cabin crew's instructions. Thank you. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിനി ബാഗേജ് കളക്ട് ചെയ്തിട്ട് ഏജൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏജൻറ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഷിപ്പ് ആങ്കറിലായുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോട്ടൽ സ്റ്റേ ആയിരിക്കും ഒരു ദിവസം. അപ്പോൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോയിരിക്കും. ബാഗൊക്കെ കളക്ട് ചെയ്ത് അപ്പോൾ ഡബിൾ ട്രീ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്, 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോയത് നേരെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് അവിടെ ഉണ്ടാവും. പിറ്റേന്ന് രാവിലെയാണ് ഏജൻറ്റ് തിരിച്ച് കൂട്ടാൻ വരും. അപ്പം ഒന്നിച്ച് പോവുക, അങ്ങനെ ഷിപ്പിലേക്ക് പോവും. അങ്ങനെ ഹോട്ടലിലെത്തി ഒരു ദിവസം നമുക്ക് റെസ്റ്റ് കിട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിഞ്ഞ് ഒരു 9 മണിക്ക് താഴെ റെഡിയായി നിന്നോളാനാണ് ഏജൻറ്റ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ താഴേക്ക് ലഗേജുമായിട്ട് പോയി. പിന്നെ ഏജൻറ്റിൻ്റെ വണ്ടി വന്ന് അപ്പം നമ്മളെ ലഗേജെല്ലൊക്കെ കയറ്റി അപ്പോൾ നേരെ ഷിപ്പിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിലെ ടെർമിനൽ. അപ്പം ഷിപ്പിൻ്റെ പുറത്ത്, അതായത് ഉള്ളിലേക്ക് പോകില്ല, കാണുന്നതാണ് നമ്മുടെ ഷിപ്പ്. ഓയിൽ ജെറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് വണ്ടി പോകില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലഗേജ് എടുത്തിട്ട് നേരെ ഷിപ്പിലേക്ക് കയറണം.